പാലക്കാട് മൂത്താന്തറ സ്കൂളിന് സമീപം സ്ഫോടനം നടന്ന സംഭവം. കല്ലേക്കാട് വീട്ടിൽ നിന്നും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. 3 പേർ പിടിയിൽ. കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് രാവിലെ പോലീസ് പരിശോധന നടത്തിയത്. പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. സുരേഷ് BJP പ്രവർത്തകനാണെന്നാണ് സൂചന. ഓഗസ്റ്റ് 20 വൈകിട്ട് RSSന് ആഭിമുഖ്യമുള്ള ദേവീനികേതൻ സ്കൂളിന് സമീപമാണ് സ്ഫോടനം നടന്നത്. ഇതിൽ സമീപത്തെ വീട്ടിലെ കുട്ടിക്കും വയോധികയ്ക്കും പരിക്കേറ്റിരുന്നു. പോലീസ് അന്വേഷണത്തിൽ സ്ഫോടക വസ്തു ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചതാണെന്നാണ് നിഗമനം. സുരേഷിന്റെ വീട്ടിൽ നിന്ന് സമാന രീതിയിലുള്ള പന്നിപ്പടക്കം കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കോൺഗ്രസും CPMും സമരവുമായി രംഗത്ത് വന്നപ്പോൾ BJP മൗനം പാലിക്കുകയാണ്. സ്ഫോടക വസ്തു കണ്ടെടുത്ത വീട് സ്ഫോടനം നടന്ന സ്കൂളിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയാണ്. എന്തുദ്ദേശത്തിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യലിലെ തെളിയൂ. കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് രാവിലെ പോലീസ് വന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളും എന്താണെന്നുള്ള വശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. അവൻ അങ്ങനെ പണിക്ക് പോകും വരും, രാത്രി ഇങ്ങനെ വരും പോകുന്നല്ലാതെ നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ചിട്ട്. അതേ അഭിപ്രായം തന്നെ. അല്ലാണ്ട് നമ്മൾ വെളിയിൽ ആളിനെ കാണുന്നില്ല. രാവിലെ നേരത്തെ പണിക്കും, വൈകുന്നേരത്തെ ഒരു 10 മണി അങ്ങനെയൊക്കെ വരുന്നതാണ്. അത്ര തന്നെ. വലിയ ഒരു ബന്ധമില്ല. അച്ഛനമ്മമാരുമായിട്ട് അത് ഈ വീട് കിടക്കുന്ന പോലെ കണ്ടാൽ തന്നെ അറിയില്ല. ഒരാൾ അങ്ങോട്ട് കയറി പോകാനോ അങ്ങനെ ഒരാളും അങ്ങോട്ട് പോകാനേ നിൽക്കില്ല. പ്രദേശത്ത് യാതൊരു തരത്തിലുമുള്ള സംഘർഷാവസ്ഥ നിലവിലില്ല. നോർത്ത് പോലീസും DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് റെയ്ഡ് നടത്തിയത്. അതേസമയം ഇത്ര ദിവസമായിട്ടും സ്ഫോടക വസ്തുക്കൾ സുരേഷ് എന്തിനുവേണ്ടിയാണ് വീട്ടിൽ സൂക്ഷിച്ചതെന്നതിന് വ്യക്തതയില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ കുട്ടികൾ കളിക്കാനുപയോഗിച്ച പടക്കമാണെന്നായിരുന്നു മറ്റൊരു BJP നേതാവ് N ശിവരാജൻ പറഞ്ഞിരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.